ഇതിപ്പം ബഹ്റൈനിൽ അറബി പിള്ളേർ മീൻ വിൽക്കുന്ന കാഴ്ചയാണ്. അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ബഹ്റൈൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. ഇത് വഴിയോരങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മീൻ വിൽക്കില്ലേ, അതേപോലെ ഇവിടെ അറബി പയ്യന്മാർ റോഡ് സൈഡിൽ ഇതുപോലെ തട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വിൽക്കും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ മീനൊക്കെ തന്നെ, ചൂര, ചെമ്മീൻ, അയില, മത്തി, അങ്ങനെ എല്ലാ മീനും ഉണ്ടാവും. അതിന് ഓരോരോ വിലയും ഉണ്ടാവും. രാത്രി 9 മണി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ മീനിനെല്ലാം നല്ല വില കുറഞ്ഞിട്ട് കിട്ടും. അത് അവർ വിൽപ്പനയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് കിലോയ്ക്ക് 1 ദിനാറ് 1.5 ദിനാറ് പറയണത് നമ്മൾ വിൽപ്പന ഏകദേശം അവസാനിക്കുന്ന സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ അത് അതിന് നേർ പകുതി പൈസക്കൊക്കെ തരും. പിന്നെ എന്ത് പണിയെടുത്തും ഈ നാട്ടിൽ ജീവിക്കാം, അങ്ങനെ ഒരു പ്രത്യേകത ഈ നാടിനുണ്ട്. ഈ നാട്ടിൽ നമ്മുടെ കേരളം പോലെ തന്നെയാണ്. നമുക്ക് എന്ത് പണി വേണമെങ്കിലും എടുക്കാം, നമ്മൾ റോങ് ചെയ്യരുത്, നമ്മളൊരു തെറ്റ് ചെയ്യരുത്. തെറ്റ് ചെയ്യാതെ ലീഗലായിട്ട് ഇവിടുത്തെ വിസയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് നമ്മുടെ മനാമയിലുള്ള ഒരു ഹോൾസെയിൽ മാർക്കറ്റാണിത്. ഇവിടെ ഡ്രസ്സുകൾക്കൊക്കെ വളരെ വില കുറവാണ്. ഡസൻ കണക്കനുസരിച്ചിട്ടാണ് സാധനം കൊടുക്കുന്നത്. ഒരു ഡസൻ എടുക്കാത്തവർക്ക് പാതി ഡസൻ എടുത്താലും മതി. 6 പീസ്, ഒരു ഡസൻ 12 പീസാണ്. അതിൽ പകുതി എടുക്കുമ്പോൾ 6 പീസ്. അപ്പോൾ അതനുസരിച്ചുള്ള പൈസ കൊടുത്താൽ മതി. ഇപ്പോൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് 3 ദിനാറ് 4 ദിനാറിനൊക്കെ കിട്ടുന്ന ഉടുപ്പുകൾ ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ നമ്മൾ വന്നെടുക്കുകയാണെങ്കിൽ അതിനൊരു 2 ദിനാറ് 2.5 ദിനാറ് ആ ഒരു വിലയേ വരുള്ളൂ. അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു പെർഫ്യൂം ഷോപ്പാണ്. ഇതും ഹോൾസെയിലായിട്ട് പെർഫ്യൂം വിൽക്കുന്ന കടയാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ കടകളിൽ നിന്നൊക്കെ 4 ദിനാറ് 5 ദിനാറ് 6 ദിനാറിനൊക്കെ മേടിക്കുന്ന പെർഫ്യൂംസൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ അതിന് നേർ പകുതി വില തന്നെ വരുന്നുള്ളൂ. പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ 12 പീസോ അല്ലെങ്കിൽ കുറഞ്ഞത് 6 പീസെങ്കിലും എടുക്കണം. ഈ ഇരിക്കുന്നത് ഈ കടയുടെ മുതലാളിയാണ്. പിന്നെ പുള്ളി മലയാളിയാണ്. ഈ സെയിൽസ്മാനും മലയാളി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ മാർക്കറ്റിലൊക്കെ അങ്ങനെ ഇറങ്ങി നടന്നു. ഒരുപാട് കടകളിൽ പോയി ഓരോ വിലകളൊക്കെ ചോദിച്ചു. പിന്നെ ഈ കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. ഇത് മനാമ എന്ന് പറയുന്ന സ്ഥലത്താണ്. മനാമയാണ് ഇവിടുത്തെ വലിയൊരു ടൗണ്. ഇവിടെ കുറേ ബസ്സുകൾ ഇങ്ങനെ വരും പോകും. ഓരോ ബസ്സുകൾക്കും ഓരോ നമ്പരാണ് കേട്ടോ. ഓരോ സ്ഥലത്തേക്ക് പോകാനും ഓരോ ബസ്സിനും ഓരോ നമ്പറുണ്ട്. 41, 42, 43, 45, 22, 18, 17 ഇങ്ങനെ ഓരോ സ്ഥലത്തിലേക്ക് പോകാൻ ആ നമ്പറുകൾ മാത്രം നോക്കിയിട്ട് നമുക്ക് കയറി പോകാം. ഒരാൾക്ക് ടിക്കറ്റിന് 300 പൈസയാണ് കേട്ടോ. ഇവിടുത്തെ ബഹ്റൈൻ ദിനാറ് 300 പൈസയേ ഉള്ളൂ. അത് ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെട്ട് അവർ എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിച്ചിരുന്നത് ആ ഭാഗത്ത് ചെന്ന് എത്തുന്നത് വരെ ഈ 300 പൈസയുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഈ മനാമ സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് വരാനും 300 പൈസയുള്ളൂ. ഭൂരിപക്ഷം ആൾക്കാരും ഈ ബസ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ടാക്സിയൊക്കെ ഉണ്ട്, പക്ഷേ ടാക്സിക്കൊക്കെ ഭയങ്കര പൈസ കൂടുതലാണ്. ഈ കാണുന്നത് ഒരു വെള്ളി ആഭരണ കടയാണ്. അതുപോലെ തന്നെ വെള്ളിയുടെ ആഭരണങ്ങൾ, വെള്ളിയുടെ ലോക്കറ്റുകൾ, അതുപോലെ മുത്തിൻ്റെ മോതിരങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് കണ്ട, ഇത് പച്ചക്കറി വിൽക്കുന്ന ആൾക്കാരാണ്. ഇത് ബംഗാളികളാണ്. പിന്നെ നമ്മുടെ ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇത് ഫ്രൂട്ട്സ് വിൽക്കുന്ന ഇതിനിവിടെ ഒരു പ്രത്യേക വിസയുണ്ട്. LMRA വിസ എന്ന് പറയും. അതായത് ഗവൺമെൻറ് വിസ, ഫ്ലെക്സി വിസ എന്ന് പറയും. ഈ ഫ്ലെക്സി വിസ എടുത്തു കഴിഞ്ഞാൽ അതെടുക്കാനായിട്ട് എന്തോ 340 രൂപയോ 340 ദിനാറ് കൊടുക്കണം. ആ 340 ദിനാറ് കൊടുത്ത് ആ വിസ എടുക്കുമ്പോൾ അതിനകത്തൊരു 3 ഓപ്ഷൻ അവർ ചോദിക്കും. ആ 3 ഓപ്ഷൻ നമ്മൾ വെച്ചാൽ മതി. എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്നതുപോലത്തെ പണി എടുക്കണമെന്നുള്ളത്. ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ ഹോട്ടലിൽ വെയിറ്ററായിട്ട് എടുക്കാം, അല്ലെങ്കിൽ സെയിൽസ്മാനായിട്ട് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുക്കായിട്ട് വയ്ക്കാം. കടകളിലാണെങ്കിലും ഇതേപോലെ നമ്മൾ എന്തിൻ്റെയാണ് ഡ്രൈവറിന് വെക്കാം, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് വെക്കാം. എന്താണോ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ അതിനകത്ത് 3 കാണിച്ചു കഴിഞ്ഞാൽ
ആ കാണിച്ച തൊഴിൽ 3 എവിടെ പോയും ചെയ്യാം. ആ സമയത്ത് ഇങ്ങനെ പോലീസ് ചെക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിടിക്കപ്പെടില്ല, നമ്മൾ ശിക്ഷിക്കപ്പെടില്ല. അപ്പോൾ അങ്ങനൊരു ഗുണമെന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ ജോലിക്കൊക്കെ വന്നിട്ട് വിസിറ്റിങ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒത്തിരി പേര് ജോലി ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. ഇവർക്ക് ജോലിയൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളൊരു വിസയാണിത്. അപ്പോൾ ഈ വിസ നമ്മൾ എടുക്കുമ്പോൾ എല്ലാ മാസവും ഒരു 15 ദിനാർ വെച്ചിട്ട് ഗവൺമെൻറ്റിന് നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം എവിടെ പോയി എന്ത് പണിയെടുത്ത് നമുക്ക് ജീവിക്കാം. പച്ചക്കറി അല്ല ഫ്രൂട്ട്സ് കച്ചവടം, പച്ചക്കറി കച്ചവടം, മീൻ കച്ചവടമൊക്കെയാണ് നമ്മളതിനകത്ത് ഓപ്ഷനായിട്ട് വെക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോൾസെയിൽ മാർക്കറ്റുകളിൽ പോയിട്ട് മീൻ എടുത്തുകൊണ്ട് വന്നിട്ടും പച്ചക്കറി എടുത്തുകൊണ്ട് വന്നിട്ടും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടൊക്കെ വഴിയോരങ്ങളിൽ നിന്ന് നമുക്ക് വിൽക്കാം. ആരും പിടിക്കില്ല നമ്മളെ. വന്ന് എല്ലാം മാറി അവർ പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ ഈ പതാക കാണിച്ച ഈ ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവർ വിടും. അതുപോലെ തന്നെ ആൾക്കാർ വന്നിട്ട് ഇതുപോലെ മെസ്സ് ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഈ പായസങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോ സ്ഥലത്തൊക്കെ കൊണ്ട് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ എന്ത് ചെയ്തിട്ടും നമുക്ക് ജീവിക്കാം ഈ നാട്ടിൽ. അങ്ങനത്തെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു നാടാണ് ബഹ്റൈൻ. മറ്റുള്ള നാടുകൾ പോലെ അല്ല, ശരിക്കും മറ്റ് ഗൾഫ് കൺട്രീസ് പോലെ അല്ല. ഇവിടെ അങ്ങനെ ഒരു ചെക്കിങ്ങൊക്കെ എപ്പോഴും ഉണ്ട്. പോലീസ് ചെക്കിങ് ഉണ്ട്, ID ചെക്കിങ് ഉണ്ട്, വിസയൊക്കെ ചെക്ക് ചെയ്യും, പുറത്തിറങ്ങുന്നവരെയൊക്കെ നോക്കും, ചോദിക്കും, പറയുമെങ്കിലും ഇങ്ങനെയാണ്. ജീവിക്കാൻ വളരെയധികം സുഖമാണ്. പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോകാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇവിടെ വിസ എടുത്ത് വരാം. വിസിറ്റിങ്ങൊക്കെ ആണെങ്കിൽ 1 കൊല്ലമൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഇത് അറബികൾ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളാണിത്. പിന്നെ കൂടുതലും അറബികളായിട്ടുള്ള ആൾക്കാരാണ് ഈ സാധനങ്ങളൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ ആളുകൾ പൊതുവെ ഇത് അധികം കുറവാണ് വാങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബഹ്റൈൻ്റെ ചെറിയൊരു വിവരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എനിക്ക് ലൈക്ക് തരണം, കമൻസ് തരണം, സബ്സ്ക്രൈബ്